ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ വിജയകുമാറിന് അറിവുണ്ടെന്നാണ് കണ്ടെത്തൽ. വിജയകുമാറിനെ പ്രതി ചേർക്കാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. വിജയകുമാറിനെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? ഇപ്പോൾ എവിടെയാണ് വിജയകുമാർ ഉള്ളത്? കോടതിയിൽ തന്നെയാണോ? വിജയകുമാറിനെ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. സാധാരണ ഈ കേസ് പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ്. ആ കോടതി ഇന്ന് അവധിയായതിനാലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വിജയകുമാറിനെ വൈകാതെ തന്നെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുകയും ചെയ്യും. അതിൻ്റെ നടപടികളിലേക്ക് സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് വിജയകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ നൽകിയിരുന്നു. ഇത് പിൻവലിച്ചതിന് ശേഷമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, സംഘർഷത്തിലായിരുന്നു ഇയാൾ. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. കുടുംബാംഗങ്ങളാണ് പറയുന്നത് എങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകൂ എന്നുള്ളത്. അന്വേഷണ സംഘം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിജയകുമാറിൻ്റെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേസിൽ നിർണായകമായ മറ്റൊരു അറസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള KP ശങ്കർദാസാണ്. ശങ്കർദാസ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിലൊരു തീരുമാനം ഉണ്ടായതിനു ശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനമാണ് SITക്ക് നേരെ ഉയർന്നിരുന്നത്. അന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാടിയും കൊണ്ടുപോകുന്നതിന് തീരുമാനമെടുത്തത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അന്ന് ഈ ബോർഡിലുണ്ടായിരുന്ന 2 പേരെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. സിജോ, ഈ വിജയകുമാറിനെ എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ കേസുമായി കണക്ട് ചെയ്യുന്നത്? ഒപ്പം തന്നെ എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരുന്നത്? ഒപ്പം തന്നെ നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ച സമയത്ത് കൂടുതൽ വിമർശനങ്ങൾ ഈ ശങ്കർദാസിന്റെ അറസ്റ്റിലേക്ക് കടക്കാത്തത് അല്ലെങ്കിൽ അവരെ കേസുമായി ബന്ധിപ്പിക്കാത്തതിൽ വലിയ രൂക്ഷ വിമർശനം SIT നേരിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണോ ഇത്തരത്തിൽ വളരെ വേഗത്തിലൊരു നടപടി ഉണ്ടാകുന്നത്? ഇനി അടുത്ത SIT ലക്ഷ്യമിടുന്നത് ഈ ശങ്കർദാസിനെ ആകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ശങ്കർദാസിനെ തന്നെയാണ് അടുത്ത ലക്ഷ്യമിടുന്നത്. ഈ 2 കേസുകളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിലും 2 കട്ടളപ്പാളി കൊണ്ടുപോയതിലും. ഇതിൽ കട്ടളപ്പാളി കൊണ്ടുപോയ കേസിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതിയാക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ അന്ന് പത്മകുമാറിൻ്റെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പത്മകുമാറിനാണ് അതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അന്ന് പത്മകുമാർ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകുന്നത് അത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടിയാണെന്നായിരുന്നു. പക്ഷേ ഈ വിജയകുമാറിനെയും അതോടൊപ്പം തന്നെ KP ശങ്കർദാസിനെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഈ തീരുമാനം പത്മകുമാർ ഒറ്റയ്ക്കെടുത്തത് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 2 തവണ ചോദ്യം ചെയ്തതിന് ശേഷം ഇവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ചില നിർണായകമായ വിവരങ്ങൾ, തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. ഇവരുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടതെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് വരികയും ചെയ്തിരുന്നത്. ഈ നേരത്തെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നില്ല. അതിൽ തെളിവ് ശേഖരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇവരെ പ്രതി ചേർക്കാത്തതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഇതിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പത്മകുമാറാണ് ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആദ്യം ബോർഡിന് മുന്നിലേക്ക് ഒരു നിർദ്ദേശം കൊണ്ടുവരുന്നത്. അന്ന് ഈ 2 ബോർഡ് അംഗങ്ങളും ഇതിനെ എതിർക്കുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് ഒരു അപേക്ഷയായി വരട്ടെ എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ വരുന്നത്. പക്ഷേ ആ അപേക്ഷ പരിഗണിച്ച് അതിൽ തീരുമാനമെടുത്തതിൽ ഈ N വിജയകുമാറിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അത് സംബന്ധിച്ച രേഖകളാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചത്. അതിനെ തുടർന്നാണ് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്.
സിജോ, ഈ മൊഴികളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ടത്. അതായത് പത്മകുമാർ പറയുന്നത് ഒരു ബോർഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കൂട്ടമായി എടുക്കുന്ന തീരുമാനമാണ്, അതല്ലാതെ ഒറ്റയ്ക്ക് എടുക്കുന്നതല്ല എന്നാണ് പത്മകുമാറിന്റെ മൊഴി പറയുന്നത്. പക്ഷേ വിജയകുമാർ നേരത്തെ SIT-യോട് പറഞ്ഞിരിക്കുന്നത് ഇത് പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്, താനോ മറ്റംഗങ്ങളോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, മറ്റ് ഉരുപ്പടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൂടി കടത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇവരെ 2 തവണയാണ് വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. ഈ 2 തവണ ചോദ്യം ചെയ്യലും വിളിച്ചപ്പോഴും അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയകുമാറിന്റെ അറിവോട് കൂടിയല്ല ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. അതായത് ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടി തീരുമാനമെടുത്തത് പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ്. അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട രേഖകളിലും വിജയകുമാർ ഒപ്പിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ രേഖകളിൽ ഒപ്പിട്ടിട്ടുള്ള ഒരാൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിട്ടുണ്ട്. അത് അറസ്റ്റിലേക്ക് എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ആരും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനമെടുക്കുന്ന സമയത്ത് വായിച്ചു പോലും നോക്കാതെ എന്തായാലും ഒപ്പിടില്ല. അത് ബോർഡിൻ്റെ തീരുമാനം എന്ന നിലയിലാണ്. അപ്പോൾ ഈ രേഖകളിലെല്ലാം ഒപ്പിട്ടിരിക്കുന്നത് ഇവരാണ്. അത് ഇവരുടെ സൈൻ തന്നെയാണ് എന്നുള്ളതാണ് പല കാര്യങ്ങളിൽ മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇത് അറസ്റ്റ് അനിവാര്യമാണെന്ന നിലപാടിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ വിജയകുമാർ പറയുന്നത് പോലെ ചില കാര്യങ്ങളിൽ വസ്തുതാപരമുണ്ടാകും. കാരണം പത്മകുമാറാണ് ഇത്തരത്തിൽ ആദ്യമായി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അത് ഉണ്ണികൃഷ്ണൻ പേറ്റയുടെ അടുത്തുനിന്ന് ഒരു ശുപാർശ എന്ന നിലയിൽ ബോർഡിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് ചെയ്യാം. പക്ഷെ അതിനുശേഷം നടത്തിയിരിക്കുന്ന പല ഇടപാടുകളിലും കാര്യങ്ങളിലൊക്കെ ഇയാളുടെ പങ്ക് വ്യക്തമാണ്